കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് അബോധാവസ്ഥയിലായ 9 വയസ്സുകാരി ദൃഷാനയുടെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് കുടുംബം. മികച്ച ചികിത്സ ലഭിച്ചാൽ ദൃഷാനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ദൃഷാനയെ ഇടിച്ചിട്ടതിന് ശേഷം നിർത്താതെ പോയ കാറും ഉടമയെയും പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പുരോഗതിയുണ്ട് ദൃഷാനയ്ക്കിപ്പോൾ. മികച്ച ചികിത്സ നൽകിയാൽ പഴയതുപോലെ കുഞ്ഞ് ഓടിച്ചാടി നടക്കുമെന്ന പ്രതീക്ഷയുണ്ട് അമ്മയ്ക്കും കുടുംബത്തിനും. വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സിക്കാനാണ് കുടുംബം ഒരുങ്ങുന്നത്. ഇതിനാകട്ടെ മാസം 4 ലക്ഷം രൂപയിലധികം ചെലവ് വരും. പോയെടുക്കുന്ന എല്ലായിടത്തും മോള് എന്തായാലും ബെറ്ററാവും എന്നല്ല പറയുന്നത്, പക്ഷെ പൈസ പണം അതാണ് വേണ്ടത്. വെല്ലൂരിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓളെല്ലാം ഇത് ഓരോരോ വരുന്ന സംഭവം എല്ലാം വീഡിയോ പിടിച്ചിട്ട് ഡോക്ടർ കാണും. അപ്പോൾ ഓൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുമെന്നുള്ളവർക്ക് കണ്ടിട്ട് എന്നിട്ട് അതെല്ലാം നോക്കിയിട്ടാണ് ഇനിയിപ്പം മോളെ കൊണ്ടുപോകേണ്ടത് അവർ പറയുക. അന്നേരം നമ്മൾ മോളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മാറ്റങ്ങളെല്ലാം ഉണ്ട്. വാഹനാപകടമുണ്ടാക്കിയ കാറുടമ ഷജീലിനെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇൻഷുറൻസ് തുക ലഭിക്കാൻ ഇനിയും കാലതാമസമെടുക്കും. അത്രയും കാലം കുഞ്ഞിനെ ചികിത്സ നൽകാതെ ഇങ്ങനെ കിടത്താനാകില്ല. പണി തീരാത്ത ഒരു കിടപ്പാടവും കുറച്ച് ഭൂമിയുമാണ് ആകെയുള്ളത്. എല്ലായിടത്തും മോൾ ഇമ്പ്രൂവ്മെൻ്റ് ആവും തന്നെ പറയുന്നത്. പക്ഷേ അത് പൈസയാണ് മെയിൻ പ്രശ്നം. പ്രൈവറ്റ് ആകുമ്പോൾ അത് അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ എല്ലാവരോടും അഭിപ്രായം ചോദിപ്പം വെല്ലൂർ തന്നെയാണ്. ഈ മാസം അവസാനം ദൃഷാനയുടെ ചികിത്സ വെല്ലൂരിൽ തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് കുടുംബം. അവളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ അവർക്ക് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല, മറ്റുള്ളവരുടെ സഹായം കൂടി ആവശ്യമുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.